ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ അടിപൊളി ഒരു ചിക്കൻ കറിയാണ് വെക്കാൻ പോണേ. നമ്മൾ ചിക്കന് കടയിൽ നിന്ന് മേടിച്ച് വന്നിട്ടുണ്ട്. അത് കഴുകിയൊക്കെ വൃത്തിയായെടുക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ചിക്കൻ അത്ര വലിയ പീസായിട്ട് എടുക്കണം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ചെറിയ പീസാക്കിയിട്ട് വന്നിട്ട് എടുക്കാൻ കറിക്ക്. അപ്പോൾ നമുക്ക് നേരെ കഴുകിയെടുക്കാം കേട്ടോ. വൃത്തിയായി കഴുകിയെടുക്കണം. നല്ല ചോരയും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. അത് വൃത്തിയായി കഴുകിയെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ നന്നായി കഴുകിയെടുക്കണം കേട്ടോ. ഇത് ചോരയൊക്കെ പോകണം, നന്നായി കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ നമ്മളിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയുള്ളൂ, എരിവ് പിടിച്ചുള്ളൂ, പുളി പിടിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ചെറുതാക്കി അരിഞ്ഞെടുക്കണം. പിന്നെ ഞാനിങ്ങനത്തെ മരത്തിൻ്റെ അതിമ വെച്ചിട്ടാണ് കേട്ടോ എല്ലാ സാധനവും കട്ട് ചെയ്യൽ. പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല. മരത്തിൻ്റെ എടുത്തിട്ടാണ് കേട്ടോ എല്ലാതും കട്ട് ചെയ്യുക. ഇറച്ചി മീനൊക്കെ ഒരു മുട്ടി, പച്ചക്കറി വേറൊരു മുട്ടി. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ ഇവിടെ നന്നായി കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ ഇത് കറി വെക്കാൻ പോവാം കേട്ടോ. നമുക്ക് ഉള്ളി നന്നായി ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഒന്നും ഇങ്ങനെ അരിഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി നന്നായി അരിഞ്ഞെടുത്തു. അപ്പം നമ്മൾ തക്കാളി നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വേഗം ഉടഞ്ഞു പോകാൻ അത്ര ചെറുതായി കേൾക്കണേ. അപ്പോൾ നമ്മൾ തക്കാളി ഇവിടെ നമ്മൾ ഇത്ര തക്കാളി 4 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുക്കറിലാണ് കേട്ടോ ചിക്കൻ കറി വെക്കണേ. നമ്മളപ്പോൾ അതിലേക്ക് ചെറുള്ളി, വെളുത്തുള്ളി, വലിയ ജീരകം, ഇഞ്ചി ഇതൊക്കെ ചതച്ച് ചേർക്കാൻ വേണ്ടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചതച്ചെടുക്കണം. നമ്മളെ കുക്കർ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലേശം ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് ഉലുവ എടുത്തെടുക്കുന്നുണ്ട്. അതിങ്ങനെ ചുവന്ന് വരുമ്പോൾ നമ്മൾ അതോടൊപ്പം 2 പച്ചമുളക്, പിന്നെ നമ്മൾ അരിഞ്ഞിട്ട് സവാളയും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കും കേട്ടോ. ചിക്കനൊക്കെ അനുസരിച്ചിട്ടുള്ള ഉപ്പ് നമ്മളിതിൽ ചേർത്തെടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. വഴറ്റിയെടുക്കാം അത് നന്നായി. അപ്പോൾ നമ്മളെ ഉള്ളി ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുക്കറിൽ വെക്കണത് വേഗം വെന്ത് കിട്ടാനാണ് കേട്ടോ. നമ്മൾ തക്കാളിക്ക് നല്ല വഴണ്ടി വന്നിക്കും കേട്ടോ. വഴറ്റിയെടുത്തിക്കണം. നമ്മളിതേക്ക് അരച്ച് വെച്ച മസാലക്കൂട്ട് കൂടെ ചേർത്തെടുക്കണം കേട്ടോ. നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ പിന്നെ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം പാരുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളം പാർന്നിട്ട്, കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. ചിക്കനിൽ വെച്ചാൽ ഓൾറെഡി വെള്ളം വരും, അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം പാർന്ന് ഇത് ഞാൻ ഈ കുക്കറിൽ അടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കന് വെന്തിട്ട് നമുക്ക് നോക്കാം. അപ്പം അന്ന് നമ്മൾ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പപ്പടവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അത് പൊരിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഇത്രയും പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ കുക്കർ ഇവിടെ ചിക്കന് വെന്ത് റെഡി വരുന്നുണ്ട്. നന്നായി വേവട്ടെ വെച്ചിട്ട് കേട്ടോ. അപ്പം നമ്മൾ ചൂട് ചോറും പപ്പടവും അച്ചാറും കേട്ടോ. നല്ല അടിപൊളി മാങ്ങ അച്ചാറുണ്ട്. അപ്പം ഞങ്ങൾ ചിക്കൻ വെന്തിക്കണം തുറന്ന് നോക്കട്ടോ. നല്ല തിളച്ചിരിക്കണ്ടേ നമ്മൾ ചിക്കൻ കറിക്ക്. അപ്പം നമ്മൾ ചോറുക്ക് ചൂട് ചിക്കൻ കറി കേട്ടോ. അപ്പോൾ പപ്പടം, അച്ചാർ, ചോറ്, ചിക്കൻ കറി നമുക്കിനി കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബായ്. അപ്പോൾ നമ്മൾ നിതമോൾ ഇവിടെ ചോറ് കഴിച്ച് കുത്തിരിക്കണം കേട്ടോ. എങ്ങനെയുണ്ട് ഫുഡ്? നമ്മളെ ചിക്കൻ പീസ് കണ്ടോളൂ ഗൈസ്. നമ്മൾ ഇതിൽ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.